നമസ്കാരം. ബംഗ്ലാദേശിലെ സ്ഥിതിഗതികളിൽ വീണ്ടും ശക്തമായ പ്രതിഷേധം അറിയിച്ചിരിക്കുകയാണ് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം. സത്യത്തിൽ അവിടുത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരെ, ഹിന്ദുക്കൾ ഉൾപ്പെടുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്തി വരികയാണ് അവിടുത്തെ മത തീവ്രവാദ ശക്തികൾ. അതിന് എല്ലാവിധ പിന്തുണയും നൽകുകയാണ് ഇപ്പോഴത്തെ ഇടക്കാല സർക്കാർ, മുഹമ്മദ് യൂനസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ. അതാണ് ഇന്ത്യയിൽ നിന്നും അടക്കം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ബംഗ്ലാദേശ് സർക്കാരിനെതിരെ പ്രതിഷേധം ഉയരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ഈ ഹിന്ദുക്കൾ സംഘടിച്ച് നേരത്തെ തന്നെ ഈ ആക്രമണങ്ങൾക്കെതിരെ ധാക്കയിൽ വലിയ പ്രതിഷേധ പ്രകടനങ്ങളും മറ്റും നടത്തിയിരുന്നു. അത് തീർച്ചയായും ഭരണകൂടങ്ങളെ വലിയ ഭയത്തിലാഴ്ത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഹിന്ദു സംഘടനകളുടെ നേതാക്കന്മാരെയും സന്യാസിമാരെയും എല്ലാം ജയിലിൽ അടയ്ക്കുന്ന ഒരു നയമാണ് പിന്നീട് ബംഗ്ലാദേശ് ഭരണകൂടം കൈക്കൊണ്ടത്. അതനുസരിച്ചിട്ടാണ് ഇസ്കോൺ സന്യാസിയെ ജയിലിൽ അടച്ചിരിക്കുന്നതും അദ്ദേഹത്തിന് ജാമ്യം നൽകാതെ ഇങ്ങനെ നിയമവിരുദ്ധമായി ഇപ്പോഴും ബംഗ്ലാദേശ് ജയിലിൽ വച്ചിരിക്കുകയാണ്. ലോകവ്യാപകമായി ഇതിനെതിരെ പ്രതിഷേധങ്ങളും ഉയരുകയാണ്. ഇന്ത്യൻ സർക്കാരിൻ്റെ ചില മന്ത്രിമാർക്കെതിരെയൊക്കെ കടുത്ത വിമർശനം ബംഗ്ലാദേശ് മന്ത്രിസഭയിൽ നിന്നും ഇതിനോട് അടുത്ത കേന്ദ്രങ്ങളിൽ നിന്നുമൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഇതിനൊക്കെ എതിരെയാണ് ഇപ്പോൾ ഇന്ന് ഇന്ത്യ ശക്തമായ പ്രതിഷേധം അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ബംഗ്ലാദേശിൽ ഹിന്ദു വേട്ട ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല എന്ന് വ്യക്തമാണ് കണക്കുകളിൽ നിന്നും. അതായത് 1947 കണക്കനുസരിച്ച് 30% ഹിന്ദുക്കൾ ബംഗ്ലാദേശിൽ ഉണ്ടായിരുന്നു. എന്നാൽ 1971 ബംഗ്ലാദേശ് ഒരു സ്വതന്ത്ര രാജ്യമായി മാറുമ്പോൾ അവിടെ 20% ഹിന്ദു ജനസംഖ്യ കുറയുകയാണ് ഉണ്ടായത്. സ്വതന്ത്രമായ ശേഷവും ഇന്ത്യയോട് അടുത്ത ബന്ധം സൂക്ഷിക്കുമ്പോഴും അവിടുത്തെ ഹിന്ദു ജനസംഖ്യ കുറഞ്ഞു വന്നുകൊണ്ടിരുന്നു. ഇപ്പോൾ ഏതാണ്ട് 7-8% മാത്രമാണ് അവിടുത്തെ ഹിന്ദു ജനസംഖ്യ. അതായത് ഹിന്ദുക്കൾക്കെതിരെ വലിയ രീതിയിലുള്ള നിർബന്ധിത മതപരിവർത്തനവും കൂട്ടക്കൊലയും ഒക്കെ ഈ കാലയളവിൽ നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമാണ്. ഹിന്ദുക്കൾക്ക് ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ബംഗ്ലാദേശിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്നും വ്യക്തമാണ്. പക്ഷേ ഇതിനൊക്കെ ഒരു ആക്കം കൂട്ടിയത്, അല്ലെങ്കിൽ ആക്രമണത്തിലൂടെ ഹിന്ദുക്കളെ അവിടെ നിന്നും ആട്ടിപ്പായിക്കാം എന്ന ഒരു ധാരണ പരന്നത് ഈ കഴിഞ്ഞ 2024 ഓഗസ്റ്റിൽ അവിടുത്തെ ഷെയ്ഖ് ഹസീന ഭരണകൂടം തകർന്നതോടുകൂടിയാണ്. ഷെയ്ഖ് ഹസീനയ്ക്ക് അവിടെ നിന്നും പലായനം ചെയ്യേണ്ടി വരികയും അവിടെ ഒരു ഇടക്കാല സർക്കാർ അധികാരമേൽക്കുകയും ചെയ്തതോടുകൂടിയാണ് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾക്ക് ആക്കം കൂട്ടുന്നത്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു കണക്ക് കൂടി ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പുറത്തുവിട്ടിരിക്കുകയാണ്. അതായത് ഇന്ത്യയുടെ പ്രതിഷേധം അത് വെറുതെ അല്ല, കൃത്യമായ കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ്. 2024 മാത്രം ഹിന്ദുക്കൾക്കെതിരായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ആക്രമണ സംഭവങ്ങൾ ഏതാണ്ട് 2200 എന്നാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഇപ്പോൾ കണക്കുകൾ നിരത്തി സമർത്ഥിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഇടക്കാല ഭരണകൂടത്തോട് ന്യൂനപക്ഷ വേട്ടയ്ക്കെതിരെ കൃത്യമായ നടപടി കൈക്കൊള്ളണം എന്ന് ഇന്ത്യ ഗവൺമെൻറ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. 2023 അതായത് കഴിഞ്ഞ വർഷം വെറും 302 കേസുകൾ മാത്രമാണ് ഹിന്ദുക്കൾക്കെതിരെ അല്ലെങ്കിൽ നടന്ന ആക്രമണങ്ങളായി രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഈ 2 വർഷങ്ങൾ തമ്മിൽ ഈ കേസുകളുടെ എണ്ണത്തിലുള്ള വലിയ വ്യത്യാസം തന്നെ അവിടെ നടക്കുന്ന ഹിന്ദു ഉന്മൂലന പ്രക്രിയയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. 2023 302 കേസുകൾ മാത്രം രജിസ്റ്റർ ചെയ്യപ്പെട്ടപ്പോൾ 2024 ആ കേസുകൾ 2200 വർദ്ധിക്കുന്നുണ്ട്. പല ഇരട്ടി ഈ കേസുകൾ വർദ്ധിക്കുന്നുണ്ട്. ഇതിൽ ഭൂരിഭാഗവും ഓഗസ്റ്റ് മാസത്തിന് ശേഷമാണ്, ഷെയ്ഖ് ഹസീന സർക്കാർ നിലം പതിച്ചതിന് ശേഷമാണ്. ഈ കണക്കുകൾ വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ബംഗ്ലാദേശ് ഭരണകൂടത്തിനെതിരെ ശക്തമായ പ്രതിഷേധം ഇന്ത്യ അറിയിക്കുന്നത്. ബംഗ്ലാദേശിൽ ഈ പറയുന്നത് പോലെ, പ്രചരിപ്പിക്കപ്പെടുന്നത് പോലെ ന്യൂനപക്ഷ വേട്ടയൊന്നും നടക്കുന്നില്ല. സാധാരണയായി നടക്കുന്ന അക്രമ പ്രവർത്തനങ്ങൾ മാത്രമാണ്. ഹിന്ദുക്കൾക്കെതിരെ അങ്ങനെ പ്രത്യേകിച്ച് ആക്രമണമൊന്നും നടക്കുന്നില്ല എന്ന് അമേരിക്കയിലെ ചില മാധ്യമങ്ങളും ബംഗ്ലാദേശിലെ മുഹമ്മദ് യൂനസ് ഭരണകൂടവും സമർത്ഥിക്കാൻ ശ്രമിച്ചിരുന്നു. ആ കണക്കുകളെയാണ് ഇപ്പോൾ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം കണക്കുകൾ കൊണ്ട് തകർത്തിരിക്കുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. പവേർഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyothis Building Promoters Private Limited, Thiruvananthapuram.